എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ലേവ്യ പുസ്തകത്തിൽ നിന്നാണ് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ലേവ്യ പുസ്തകം എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം ലെവിറ്റിക്കസ് അല്ലേ. അപ്പോൾ ഈ ഒരു വാക്ക് എടുത്തിരിക്കുന്നത് നമ്മളുടെ ലാറ്റിനിൽ നിന്നാണ് ഈ ഒരു വാക്ക് എടുത്തിരിക്കുന്നത്. നമ്മൾ അതിനു മുൻപേയുള്ള ഉൽപ്പത്തി പുസ്തകവും പുറപ്പാട് പുസ്തകത്തിൻ്റെയൊക്കെ വാക്കുകൾ വന്നിരിക്കുന്നത് ഗ്രീക്കിൽ നിന്നാണെന്ന് പറഞ്ഞു. ഇത് വന്നിരിക്കുന്നത് ലാറ്റിനിൽ നിന്നാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഒരു പുരാതന ഗ്രീക്ക് പുസ്തകത്തിൻ്റെ പേരും കൂടിയാണ്, പേരിൽ നിന്ന് തന്നെയാണ് ഈ ലെവിറ്റിക്കസ് എന്നൊരു വാക്കിവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതും എഴുതിയിരിക്കുന്നത് മോശയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇതിന് 27 അധ്യായങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇതിൻ്റെ പ്രധാന തീം എന്ന് പറയുന്നത് ദൈവം എന്താണ് വിശുദ്ധീകരിക്കുക അല്ലെ. ദൈവം ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുവൻ എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട ഇതിനകത്തെ തീം എന്ന് പറയുന്നത്. അതായത് ഈ ലേവ്യ പുസ്തകത്തിനകത്തെ പ്രധാനപ്പെട്ട ഒരു തീം എന്ന് പറയുന്നത് വിശുദ്ധീകരണമാണ്. അതായത് വിശുദ്ധി, അതിനെക്കുറിച്ചാണ് സംസാരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്കറിയാം ലേവ്യര് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഗോത്രമാണ് അല്ലേ. നമ്മൾക്കറിയാം യാക്കോബിന് 12 മക്കൾ. ആ 12 മക്കളുടെ പേരിലാണ് ഇസ്രയേൽക്കാരുടെ 12 ഗോത്രങ്ങളുള്ളത്. അപ്പോൾ ആ 12 ഗോത്രങ്ങളിൽ ലേവ്യ എന്ന് പറയുന്ന ലേവിയുടെ ഗോത്രത്തെയാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടിയിട്ട് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത് 1 തൊട്ട് 7 വരെയുള്ള അധ്യായങ്ങളിൽ യാഗങ്ങളെക്കുറിച്ചാണ്. അതായത് വിവിധ തരത്തിലുള്ള യാഗങ്ങൾ. നമ്മൾക്കറിയാം പഴയ നിയമത്തിൽ യാഗങ്ങൾ അല്ലെ, എല്ലാത്തിനും യാഗം അർപ്പിക്കണം. അപ്പോൾ പാപപരിഹാര യാഗങ്ങളുണ്ട്, സമാധാന യാഗങ്ങളുണ്ട്, അങ്ങനെ പല വിധത്തിലുള്ള യാഗങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് 1 തൊട്ട് 7 വരെയുള്ള അധ്യായങ്ങളിൽ ഇതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി അടുത്തത് 8 തൊട്ട് 10 വരെയുള്ള അധ്യായങ്ങളിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് പുരോഹിത നിയമങ്ങളെക്കുറിച്ചാണ്. അതായത് പുരോഹിതന്മാർ പ്രധാനമായിട്ടും നമ്മൾക്കറിയാം അഹ്റോന്റെ പുത്രന്മാരെയാണ് അല്ലേ പുരോഹിത വേലയ്ക്ക് വേണ്ടി മോശയോട് ദൈവം വേർതിരിക്കാൻ പറഞ്ഞതപ്പോൾ അവർ ലേവ്യ ഗോത്രത്തിൽപ്പെട്ടിരിക്കുന്ന അഹ്റോന്റെ പുത്രന്മാരെയും, എന്നിട്ട് അവരുടെ കാര്യങ്ങൾ അവരെന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഏത് തരത്തിലുള്ള വസ്ത്രം ധരിക്കണം, എന്തൊക്കെ ചെയ്യണം, അവരുടെ വിശുദ്ധീകരണം എങ്ങനെയായിരിക്കണം എന്നുള്ള പുരോഹിതന്മാർക്കുള്ള നിർദ്ദേശങ്ങളാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് 11 തൊട്ട് 15 വരെയുള്ള അധ്യായങ്ങൾക്കകത്ത് ശുദ്ധീകരണത്തെക്കുറിച്ചാണ്. അതായത് നമ്മൾ എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത്, പിന്നെ എന്താണ് ശുദ്ധിയും അശുദ്ധിയും ഉള്ളത് ഏതൊക്കെയാണ്, ഭക്ഷണത്തെക്കുറിച്ചും ശരീരത്തെക്കുറിച്ച് അങ്ങനെ എന്ന് വേണ്ട സകല അശുദ്ധിയും ശുദ്ധിയെയും കുറിച്ചാണ് ഇതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി അടുത്തത് 16-ാമത്തെ അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ പാപപരിഹാരം, അതായത് ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ഉള്ള ശുദ്ധീകരണം. നമ്മൾക്കറിയാം വർഷത്തിലൊരിക്കലല്ലേ പാപപരിഹാര യാഗമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് 16-ാം അധ്യായത്തിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി 17 തൊട്ട് 27 വരെയുള്ള അധ്യായത്തിനകത്ത് വിശുദ്ധ ജീവിതത്തെക്കുറിച്ചാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തോട്ട് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് പലപ്പോഴും നമ്മൾ പലതും എന്താണ് പാപം അല്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. എന്ന് വെച്ചാൽ ഒന്ന് കുമ്പസാരിച്ചാൽ അല്ലെങ്കിൽ ദൈവത്തോടൊന്ന് ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പാപങ്ങളും തീരും, പിന്നെ നമുക്ക് പിന്നെ ഒരു പ്രശ്നവുമില്ല, അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്താലും പ്രശ്നമില്ല എന്നൊക്കെയുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ലഘൂകരിക്കുന്ന പ്രവണതയിലേക്ക് ഇന്ന് ക്രിസ്ത്യൻ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കൃപായുഗമാണെന്ന് പറയും അല്ലേ. ദൈവത്തിൻ്റെ വലിയ കൃപ വീണിരിക്കുന്ന സമയങ്ങളാണ്. അതുകൊണ്ട് ദൈവം ക്ഷമിച്ചുകൊണ്ട് മാത്രം ഇരിക്കും എന്നൊക്കെയുള്ള ഒരു മിഥ്യാധാരണയുടെ പുറത്ത് നമ്മൾ ഇന്ന് എന്താണ് പലതും ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ ജാതികളിൽ നിന്ന് നമ്മൾ പലതും കടമെടുത്തിരിക്കുകയാണ് അല്ലേ. അവർ ചെയ്യുന്നത് പലതും ഇന്ന് നമ്മൾ ചെയ്യുകയാണ്. എന്തിനേറെ പറയുന്നു, ഈ അധികം വിശുദ്ധി പറയുന്ന പെന്തക്കോസ്തിന്റെ പാരമ്പര്യ പെന്തക്കോസ്തുകാരെ എടുത്തു നോക്കുകയും അവരെല്ലാത്തിനും മുഹൂർത്തം നോക്കുന്നവരുണ്ട് അല്ലേ. ഓരോരോ ചടങ്ങുകൾക്ക് അവരുടെ എന്താ പറയുക, കൺവെൻഷനുകൾക്ക് എന്താണ് പന്തലടിയിൽ കർമ്മം, അങ്ങനെ ആ കർമ്മം ഈ കർമ്മം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ എന്താണ് എഴുത്തിനിരുത്ത് എന്ന് വേണ്ട സകല പരിപാടികളും ഇന്ന് ആര് ചെയ്യുന്നുണ്ട്. ഇന്ന് അധികം വിശുദ്ധി പ്രസംഗിക്കുന്ന പെന്തക്കോസ്തുകാർ വരെ ചെയ്യുന്നുണ്ട്. ക്രിസ്ത്യാനികളും അങ്ങനെ തന്നെയാണ്. എന്താണ് എഴുത്തിനിരുത്ത് പരിപാടികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ന്യായീകരണങ്ങൾ പറയും അല്ലേ. നമ്മൾക്ക് പല ന്യായീകരണങ്ങളുണ്ട് പറയുവാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ എന്താണ്, ഇത് പണ്ടും അങ്ങനെ തന്നെയാണ്. ഈ പണ്ടത്തെ ചരിത്രങ്ങൾ ജാതീയ പാരമ്പര്യങ്ങളിൽ നിന്നാണ് പലതുമല്ല ഒരു 90% ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലോട്ട് കടന്നു വന്നിരിക്കുന്നത്. അവർ ചെയ്യുന്നത് തന്നെ ഇങ്ങോട്ട് പേര് മാറ്റി ഇങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ആരാധിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ആരാധിക്കുന്നതിൻ്റെ പേര് മാത്രം മാറ്റിക്കളഞ്ഞിട്ട് ബാക്കിയൊക്കെ അവിടുത്തെ ആചാരങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അത് തന്നെയാണ് ഇന്ന് പല പെന്തക്കോസ്തുകാരും ഇന്നത് ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം പെന്തക്കോസ്തുകാരെ ഞങ്ങൾ പഴയതെല്ലാം വിട്ടിട്ട് ഞങ്ങൾ ദൈവത്തിന് വേണ്ടി മാത്രം ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്.
മാറുകയാണ് എന്നൊക്കെ പറയുന്ന പെന്തക്കോസ്തുകാരും ഇന്ന് പലതും നമ്മൾ ഉപേക്ഷിച്ചതും വിട്ടതുമൊക്കെ ഇന്ന് പലതും ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു ഭയങ്കരമായ യാഥാർത്ഥ്യമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഭയത്തോടു കൂടെ ഓർക്കേണ്ടതായ ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ തിരിച്ചറിയുക. ഓക്കെ, അപ്പോൾ ഈ ലേവ്യ പുസ്തകത്തിനകത്ത് ദൈവത്തിൻ്റെ ഒരു പ്രമാണം, അല്ലേ, ദൈവത്തിൻ്റെ പ്രമാണം ദൈവം അവർക്ക് കൊടുക്കുകയാണ്. ഓർക്കുക, ഈ പഴയ നിയമം എന്ന് പറയുന്നത് പുതിയ നിയമത്തിൻ്റെ നിഴലാണ്. അപ്പോൾ പഴയ നിയമം മാറുന്നില്ല, മാറുന്നത് കുറേ കാര്യങ്ങൾ മാറുന്നുണ്ട്. എന്ന് വെച്ചാൽ അവിടെ പാപപരിഹാരയാഗം, ഹോമയാഗം, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതൊക്കെ പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ യേശുക്രിസ്തു എന്ന കാൽവരി ക്രൂശിൽ യേശുക്രിസ്തു എന്ന ദൈവപുത്രൻ യാഗമായി തീർന്നതിലൂടെ ആ യാഗങ്ങൾക്കൊക്കെ പരിഹാരം അവിടെ വരുത്തി കഴിഞ്ഞു, അല്ലെ. പിന്നെ നമ്മുടെ യാഗങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് മാറ്റം വരുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ദൈവം എന്താണ്? ദൈവം വിശുദ്ധനാണ്, അല്ലെ. വിശുദ്ധനായിരിക്കുന്ന ദൈവം, നമ്മളും എന്താണ്? ദൈവത്തെ ആരാധിക്കുന്ന മക്കളും വിശുദ്ധരായിരിക്കണം എന്നുള്ളതും ദൈവത്തിൻ്റെ പ്രമാണമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഓക്കെ, അപ്പോൾ ഈ ലേവ്യ പുസ്തകത്തിനകത്തോട്ടും പ്രധാനമായിട്ടും കടന്നു വരുമ്പോൾ എന്താണ് ദൈവം അതാ പറയുന്നത്? വിശുദ്ധി എങ്ങനെ നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കണം, പുരോഹിതന്മാർ എങ്ങനെയായിരിക്കണം, വിശ്വാസികൾ അതായത് ബാക്കിയുള്ള ആൾക്കാരെ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. ഇനി അതുകൂടാതെ അതിനകത്തും യോവേൽ സംവത്സരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഒരു വിമോചനം, സ്വാതന്ത്ര്യം കൽപ്പിക്കൽ, അല്ലെ, അടിമകളായിരിക്കുന്നവർക്കൊരു സ്വാതന്ത്ര്യം കൽപ്പിക്കലൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടി ഇതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുകയാണ്, ലേവ്യ പുസ്തകത്തിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്താണെന്നറിയാമോ? നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങളുടെ സഹോദരൻ ഏറ്റവും ദരിദ്രനായാൽ പോലും അവനിൽ നിന്ന് നിങ്ങൾ ആരെ എടുക്കരുത്? അടിമവേല ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുക്കരുതെന്ന്. അങ്ങനെ ഒരു കാര്യം ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ആത്മാർത്ഥതയോടൊന്ന് പറഞ്ഞു നോക്കിക്കും. ഇന്ന് ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ നമ്മുടെ സഹോദരങ്ങളെ, എന്ന് വെച്ചാൽ നമ്മളുടെ കൂട്ടത്തിൽ ഇരുന്ന് ആരാധിക്കുന്നവരെ നമ്മളുടെ വീട്ടിൽ വേല ചെയ്യുവാൻ വേണ്ടി നമ്മൾ വിളിക്കുക, അല്ലേ. ഇന്ന് എത്ര പാസ്റ്റർമാരുടെ വീട്ടിൽ പെന്തക്കോസ്തുകാരെ നിന്ന് അവിടുത്തെ വീട്ടുവേല ചെയ്യുന്നുണ്ട്. പറയാൻ നൂറ് കാരണങ്ങളുണ്ടാകും. അവർക്കും ജീവിക്കണം. അവരെ സഹായിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല? സഹായിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അർഹതയുള്ളവർക്ക് സഹായിക്കണം. പക്ഷേ അതല്ലാതെ എന്താണ് അവർക്ക് വേണ്ടത്? ഒരു ഗൈഡൻസ് കൊടുക്കുക, അല്ലേ, അങ്ങനെ ഒന്ന് ചെയ്തു കൊടുക്കുക. ഇപ്പം ഞാനൊക്കെ പോകുന്ന ചർച്ചിലെ ഒരു സഭ സ്ഥാപിച്ച ദൈവദാസൻ അങ്ങനെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ആര് ചെന്ന് പറഞ്ഞാലും അദ്ദേഹം വാട്ട് യു ഹാവ്, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്, നമ്മളുടെ കയ്യിൽ എന്തുണ്ടെന്ന് ചോദിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എത്രയാണ്, നമ്മൾ എത്ര വരെ പഠിച്ചു, നമ്മൾക്ക് എന്തറിയാം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ മേലൊരു നിയോഗങ്ങൾ നമ്മൾക്ക് തന്ന് നമ്മളെ അയക്കാറ് പതിവ്. അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ചെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹം ഉടനെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് തരികയല്ല ചെയ്യുന്നത്. നമ്മൾക്ക് ഗൈഡൻസ് തരും, എന്നാൽ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്ത് സഹായിക്കുന്നവരെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം എന്താണ്? ഇത് ദൈവത്തിൻ്റെ ഒരു പ്രമാണമാണ് കേട്ടോ. ദൈവത്തിൻ്റെ വചനത്തിനകത്ത് എഴുതിയിരിക്കുന്നതാണ്. നമ്മളുടെ കൂട്ട സഹോദരങ്ങളിൽ നിന്ന് നമ്മളുടെ വീട്ടിലേക്ക് നമ്മൾ ആരെ എടുക്കരുത്? വേലക്കാരെ അടിമവേല ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുക്കരുതെന്ന്. എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് വീട്ടിലെ വേല ചെയ്യാൻ, അതായത് നിങ്ങളുടെ പാത്രം കഴുകാൻ, തുണി അലക്കാൻ, ബാത്റൂം കഴുകാൻ, വീട് തുടയ്ക്കാൻ, അങ്ങനെ ഇങ്ങനെയുള്ള അങ്ങനത്തെ പണികളല്ലാതെ പുറത്തെ പണികളൊക്കെ അത് അവർ ചെയ്യേണ്ടതാണ്. അത് ചെയ്യുന്നത് തന്നെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ സെർവൻസിനെ എടുക്കരുതെന്ന് അത് തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അടിമവേല ചെയ്യാൻ വേണ്ടിയിട്ട് ആരെ എടുക്കരുത്? നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്നും എടുക്കരുത് എന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ അത് ദാവീദും അങ്ങനെയായിരുന്നല്ലേ. ദാവീദിൻ്റെ ഒരു പുസ്തകം, ദാവീദും അങ്ങനെയായിരുന്നു. ദാവീദിൻ്റെ ചരിത്രം പഠിച്ചാൽ അറിയാം, ദാവീദും അങ്ങനെയായിരുന്നു. ഇസ്രായേൽ ഗോത്രത്തിൽ നിന്ന് ആരും എങ്ങോട്ട് എടുക്കത്തില്ല? അടിമവേലയ്ക്ക് വേണ്ടി എടുക്കത്തില്ല. അത് പുറത്തുനിന്ന് എടുക്കത്തുള്ളൂ, അതിനകത്തുനിന്ന് ആരെയും എടുക്കത്തില്ല. കാരണം അത്രയും എന്നെ വിളിച്ച അതേ ദൈവം തന്നെയാണ് ഈ പാവപ്പെട്ടവനെ വിളിച്ചതെന്ന് എന്നുള്ള ഒരു മൈൻഡ് ആർക്കുണ്ടായിരുന്നു? ദാവീദിനുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ദൈവം പറഞ്ഞത്, ദാവീദിനെ കുറിച്ച് പറഞ്ഞത് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മളൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് ശോധന ചെയ്യണം. നമ്മളെക്കുറിച്ച് എത്ര പേരെക്കുറിച്ച് ദൈവം പറയും? ഇന്ന് വലിയ ഹയർ ആയിട്ടുള്ള ലെവലിൽ നിൽക്കുന്നവരും ഒന്ന് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന വളരെ ഹയർ ലെവലിൽ നിൽക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കും. എത്ര പേരെ നോക്കി ദൈവം പറയും എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറയും? വളരെ അപൂർവമായിരിക്കും പറയുന്നതല്ലേ. കാരണം ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം കരുണയുള്ളവനാ, ദൈവം കൃപയുള്ളവനാ, ദൈവം ക്ഷമിക്കുന്നവനാ. അതുകൂടാതെ എന്താണ്? ദൈവം വിധവയുടെ ആ ഒരു 2 കാശിൽ പ്രസാദിക്കുന്ന ദൈവമാണ്. ഇന്ന് അങ്ങനെയാണോ? നമ്മൾ ചർച്ചകളിലൊക്കെ അല്ലേ നമ്മൾ എത്ര ഇടുന്നു എന്നതിൻ്റെ കണക്ക് നോക്കി നമ്മളെ ലെവൽ മാറ്റി കാണുന്നവരുടെയൊക്കെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളും അങ്ങനെ തന്നെയാണ്, അല്ലേ. നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മളിപ്പം അച്ഛനാണെങ്കിലും
അച്ഛന്മാരാണെങ്കിലും എന്താ പറയുക, ഇന്നിപ്പോൾ ഞാനൊരു സിസ്റ്ററുമായിട്ടൊന്ന് സംസാരിക്കുവാനായിട്ട് ഇടയായി, ഒരു കന്യാസ്ത്രീ. അപ്പോൾ ആ സിസ്റ്റർ പറയാം, സിസ്റ്ററിൻ്റെ ഒക്കെ ഇടവകയിൽ ഒരു അച്ഛൻ പ്രസംഗിച്ചതാ പോലും. അപ്പോൾ ഈ അച്ഛനെ എന്താ പറയുക, വീടുകളിൽ ഇതിന് വിളിക്കും, എന്തെന്നാ നമ്മൾക്കറിയാം, കല്യാണങ്ങൾ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ അച്ഛന്മാർ അങ്ങ് ദൂരെ ആയിരിക്കും, ചിലപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ആയിരിക്കും, അവിടെ നിന്ന് വിളിക്കും പോലും. എന്നിട്ട് വിളിച്ചിട്ട് ഈ അച്ഛൻ വരും, എന്ന് വെച്ചാൽ ബന്ധുവാണല്ലോ, അതുകൊണ്ട് അച്ഛൻ വരും, വന്നിട്ട് അച്ഛനെ വെറും കൈയോടെ പറഞ്ഞയക്കുന്നു. എന്ന് വെച്ചാൽ അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ മുടക്കി എവിടെ വരും, ഇവരുടെ ഫംഗ്ഷന് പങ്കെടുക്കാൻ വരും. എന്നിട്ട് ഇവർ അച്ഛനെ വെറും കൈയോടെ പറഞ്ഞയക്കുമെന്നും. ഇതുപോലെയൊക്കെ തന്നെയാണ് ബന്ധുപുസ്തകാരുടെ ഇടയിലും എടുത്താൽ അങ്ങനെ തന്നെയാണ് അല്ലേ. നമ്മുടെ അച്ഛന്മാരാണെങ്കിലും ബന്ധുപുസ്തകാരാണെങ്കിലും പാസ്റ്റർമാരെ എടുത്താലും ഒക്കെ അങ്ങനെ തന്നെയാണ്. നമ്മളൊരു ലെവൽ വെച്ചിട്ടുണ്ടല്ലേ. നമ്മളെന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി വലിയ സഭയുടെ പാസ്റ്റർ ആണെങ്കിൽ നമ്മൾ വിചാരിക്കും അത് ഭയങ്കര വലുതാണ് അല്ലേ, അത് ദൈവത്തിൻ്റെ അടുത്തിരിക്കുന്ന ആളാണ്. കൊച്ചു സഭയുടെ പാസ്റ്റർ ആണെങ്കിൽ നമ്മൾ പറയും ഇത് അത്ര ദൈവത്തിന് അത്ര താല്പര്യമില്ലാത്ത ആളാണ്. ആർക്കും അറിഞ്ഞുകൂടാ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ആർക്കാണ് വാല്യൂ എന്ന്. ഈ വലിയ മെഗാ ചർച്ചിൻ്റെ പാസ്റ്ററിനാണോ, കൊച്ചു ചർച്ചിൻ്റെ പാസ്റ്ററിനാണോ, അതോ ഈ പാവപ്പെട്ട അച്ഛനാണോ, ഇനി വലിയ BMW പായുന്ന മെത്രാനാണോ, ആർക്കാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്ഥാനമുള്ളതെന്ന് നമ്മൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ ദൈവം ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ, നമ്മൾ ആരെയും വില കുറച്ച് കാണരുത്. എന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യന് വിലയിടരുത്. നമ്മൾ വിലയിടാൻ പോയി കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ, ദൈവം അത് കാണും. എന്നിട്ട് ദൈവം അതേപോലെ നമ്മൾക്കും വിലയിടും. അതാ ദൈവം പറഞ്ഞിരിക്കുന്നത്, ഞാൻ വക്രനോട് വക്രനായിരിക്കുമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മറ്റൊരാൾക്കിടുന്ന വില പോലെ തന്നെയായിരിക്കും ദൈവം നമ്മൾക്കും വിലയിടുന്നതും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇനി ചിലരുണ്ട്, നമ്മൾ എന്താ പറയുക, വളർത്തത്തില്ല. അവർ പറയും ഒരു സാധാരണക്കാരെയൊക്കെ എങ്ങനെ വളർത്താനാണ്, ശുശ്രൂഷയിലൊന്നും വളർത്തത്തില്ല. വേറെയുള്ള ആൾക്കാരെ നമ്മൾ വലിയ അവരുടെ ചരിത്രം നോക്കിയിട്ട് എന്താണ് നമ്മൾ ഇങ്ങോട്ട് വിളിക്കത്തുള്ളൂ, ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടൊക്കെ വിളിക്കത്തുള്ളൂ. അല്ലാത്തവന് കൃപയുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും അവനെയൊക്കെ ഇടിച്ച് താത്തി അങ്ങ് താഴോട്ടിടുവാനായിട്ട് നമ്മൾ ശ്രമിക്കത്തുള്ളൂ അല്ലേ. ഇതൊക്കെയാണ് ഇന്ന് ആത്മീയ ഗോളത്തിൽ, ഇതൊക്കെ തന്നെയല്ലേ ഇന്ന് നടക്കുന്നത്. ആത്മീയ ഗോളത്തിൽ അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. ഇന്ന് പല മെഗാ ചർച്ചിൻ്റെ പാസ്റ്റർമാരും മെഗാ ചർച്ചുകാരും ഒക്കെ ഇന്ന് പാവപ്പെട്ട ഏതെങ്കിലും ദൈവമക്കൾക്കോ പാവപ്പെട്ട ദൈവദാസന്മാർക്കോ ദൈവം അവർ മുട്ടിന്മേൽ ഇരുന്ന് കൊടുത്ത വെളിപാടുകളായിരിക്കും അവർ കോപ്പി അടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവർക്ക് വ്യൂസും കുറവാണ്, ഇവർക്ക് ആരുമില്ല, ഇവർക്ക് ഫാൻസ് അസോസിയേഷനും കുറവാണ്. അപ്പം നമ്മൾ വിചാരിക്കും ഇത് അവർക്ക് ദൈവം കൊടുത്തതാണ്. അല്ലല്ലല്ല, എല്ലാം ഒന്നും അങ്ങനെയല്ല. എത്ര കഥകളിരിക്കുന്നു, എത്ര ഇരിക്കുന്നു, കോപ്പി അടിക്കുക. പാവപ്പെട്ട ദൈവദാസന്മാരെയും പാവപ്പെട്ട ദൈവമക്കൾക്കും ദൈവം കൊടുത്ത ഗൈഡൻസുകളും ദൈവം കൊടുത്ത വെളിപാടുകളും കോപ്പി എടുത്തുകൊണ്ട് പോകും. വ്യൂസൊക്കെ അവർക്ക് കൂടുതലാണ്, അല്ലെങ്കിൽ അവർക്ക് ഫോളോവേഴ്സ് കൂടുതൽ, അല്ലെങ്കിൽ അവർക്ക് ആര് കൂടുതൽ, കേൾക്കാൻ ആൾക്കാർ കൂടുതൽ, അവരുടെ ആ ചർച്ചിലെ ആൾക്കാർ കൂടുതൽ. അപ്പോൾ നമ്മൾ പറയും അത് അവർക്ക് കൊടുത്തതാണ്. അല്ലല്ലല്ലല്ല. ഇതൊക്കെ തന്നെ ഇന്ന് നമ്മുടെ ആത്മീയ ഗോളത്തിലും ഇങ്ങനെ തന്നെയല്ലേ. നമ്മൾ ഓർക്കുക, നമ്മളുടെ ഈ ആത്മീയത്തിൽ നമ്മൾക്കൊരു വിടുതൽ ലഭിക്കണമെങ്കിൽ എന്താണെന്നറിയാമോ, നമ്മൾ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യൻ എന്നുള്ളൊരു ലെവലിലേക്ക് നമ്മൾ വന്നില്ല എങ്കിൽ, എന്ന് വെച്ചാൽ ദൈവം പറഞ്ഞിട്ടുണ്ട്, പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താ, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ യാഗത്തിലല്ല പ്രസാദിക്കുന്നത്, ഞാൻ പ്രസാദിക്കുന്നത് കരുണയിലാണ് പ്രസാദിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു കരുണയില്ലാത്ത നമ്മൾ എത്ര കിടന്ന് തുള്ളിയിട്ടും ഒരു കാര്യവുമില്ല എന്നാണ് ദൈവം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെന്താണ് ഈ ലേവ്യ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ അതിനകത്തുനിന്ന് നമ്മൾ ഉൾക്കൊള്ളണം. എന്താണെന്നറിയാമോ, ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു വിശുദ്ധിയിലേക്ക് വളരുവാൻ ദൈവമേ എന്നെ ഒന്ന് പ്രാപ്തനാക്കണേ, അല്ലെങ്കിൽ എന്നെ ഒന്ന് പ്രാപ്തയാക്കണേ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. എങ്കിൽ മാത്രമേ നമ്മളുടെയൊക്കെ ആത്മീയ ജീവിതത്തിന് ഒരു മുന്നേറ്റം ഉണ്ടാകത്തുള്ളൂ. ഇല്ല എങ്കിൽ നമ്മളിവിടെ കിടന്ന രാഷ്ട്രീയക്കാരെ പോലെ കുറേ കിടന്നുകൊണ്ട് തുള്ളും പിറക്കും എല്ലാം കഴിഞ്ഞ് നമ്മുടെ ടൈം നഷ്ടമാകുമെന്നല്ലാതെ അതിനകത്ത് വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. ഇനി അടുത്തതുണ്ട്, വേറെ ഉണ്ട്. എന്താണെന്നറിയാമോ, നമ്മളുടെ ലേവ്യ പുസ്തകം അതിൻ്റെ 19-ാം അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, രക്തത്തോട് കൂടിയുള്ളത് തിന്നരുത്, ആഭിചാരം ചെയ്യരുത്, മുഹൂർത്തം നോക്കരുത്, നിങ്ങളുടെ തലമുടി ചുറ്റും വിളമ്പ് വടിക്കരുത്, എന്താ പറയുക, താടിയുടെ അറ്റം വിരൂപമാക്കരുത്, മരിച്ചവന് വേണ്ടി ശരീരത്തിൽ മുറിവുണ്ടാക്കരുത്, മെയ്മേൽ പച്ച കുത്തരുത്, ഞാൻ യഹോവയാകുന്നു. ഇന്ന് പാസ്റ്റർമാർ കുത്തിയിട്ടുണ്ട് പച്ച. സംഭവം എന്നാണെന്നറിയാമോ, ജീസസ് എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത്. പിന്നെ എന്താണ്, കുരിശൊക്കെയാണ് കുത്തി വെച്ചേക്കുന്നത്. ദൈവം പറഞ്ഞിരിക്കുക പച്ച കുത്തരുതെന്ന്. അല്ല മകനെ, എന്നാൽ നീ എൻ്റെ പേരും എൻ്റെ രൂപവും നാമവും ഒക്കെ നീ അങ്ങ് കുത്തി വെച്ചോന്ന് ദൈവം എന്നാ പറഞ്ഞു വെക്കുകയല്ലേ. ദൈവം പറഞ്ഞിരിക്കുന്നത് കുത്തരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. വിദേശത്തൊക്കെ ഉള്ളവരുണ്ട്, അതിനകത്ത് മലയാളി പാസ്റ്റർമാരും പെട്ടിട്ടുണ്ട്. പച്ച കുത്തിയവരുണ്ടെന്നേ. ഇതെന്തിനാ കുത്തണേ? എന്നിട്ട് ഇവർ പറയും ഞങ്ങൾ കുത്തിയേക്കുന്നത് ജീസസ് എന്നാണ് കുത്തിയേക്കുന്നത്, ഞങ്ങൾ ജീസസിന് വേണ്ടി അത്ര നിൽക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു തേങ്ങയുമല്ല, പിശാച് നിന്നിലേക്ക് കയറിയതാ. ഇന്ന് പിശാച് അങ്ങനെയാണ് കയറുന്നത്, അങ്ങനെയാണ് വെളിച്ചദൂതൻ്റെ വേഷമാണ് കിട്ടണേ. നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇതൊന്നും കുഴപ്പമില്ലെന്നേ. അത് തന്നെ ആദ്യമ ഹവ്വായുടെ അടുത്തോട്ടും പിശാച് ചെന്നത് അങ്ങനെയാണ്.
ഓ ഇതൊന്നും പ്രശ്നമില്ലെന്ന്, നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹവ്വ അമ്മച്ചിയുടെ അടുത്തോട്ട് ചെന്നത്. അമ്മച്ചി മൂക്കും കുത്തി വീണു. ഇതുപോലെ തന്നെ ഇന്ന് ഹയർ ലെവലിൽ നിൽക്കുന്ന ഈ ഇടയ്ക്ക് ഞാൻ കണ്ടത് ഭയങ്കര ഉണർവ് പ്രസംഗന, മലയാളിയാ, ഉണർവ് പ്രസംഗന, ശുശ്രൂഷ മുഴുവൻ വിദേശത്താ, ഭയങ്കര ഉണർവ് പ്രസംഗന, പച്ച കുത്തിയിരിക്കുന്ന പിക്ചർ, ദേഹത്ത് പച്ച കുത്തിയിരിക്കുക. ഇന്ന് പല ക്രിസ്ത്യാനികളും ഉണ്ട് പച്ച കുത്തി നടക്കുക, എന്നിട്ട് അതിന് ന്യായീകരണം പറയുക. നിങ്ങളതിൻ്റെ ഒന്നും പുറകെ പോകരുത് കേട്ടോ. ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യരുത്, പച്ച കുത്തരുത്, പിന്നെ ആഭിചാരം ചെയ്യരുത്, മന്ത്രവാദം ചെയ്യരുത്. എന്നിട്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുക ആഭിചാരക്കാരെ മന്ത്രവാദം ചെയ്യുന്നവരെയൊക്കെ അവരെ ഛേദിച്ച് കളയാനാണ് പറഞ്ഞിരിക്കുന്നത്, അവരെ അങ്ങ് കൊന്നു കളയാനാണ് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. പുതിയ നിയമത്തിൽ വന്നു കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും അവനെ ഛേദിച്ച് കളഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? നമ്മൾ ചെയ്യും. നമ്മൾ കത്തോലിക്കരാണെങ്കിലും പെന്തക്കോസ്തുകാരാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും എന്താണ്, ഇന്ന് ഇവരുടെയൊക്കെ പോകുന്നവരുണ്ട്, അല്ലേ? ഇവിടെയൊക്കെ പോകുന്നവരുണ്ട്. ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഞാൻ പറഞ്ഞിരുന്നു, അല്ലേ? ഒരു ക്രിസ്ത്യനായിട്ടുള്ള ഒരു അമ്മച്ചി എല്ലാ ദിവസവും പള്ളിയിൽ പോകും, കുർബാനയും സ്വീകരിക്കും. അമ്മച്ചിയുടെ തൊഴിൽ മന്ത്രവാദം, ഒരു ഉസ്താദിൻ്റെ അടുത്ത് പോകും, മന്ത്രവാദം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മുക്രിയുടെ അടുത്ത് അങ്ങനെ ഏതാണ്ട് പോകും. അവിടെ പോയി മന്ത്രവാദം ചെയ്യില്ല. അവസാനം ഇപ്പം അമ്മച്ചി അവരുടെ പുറകെ പോയ കാല് ദൈവം മുറിച്ച് കിടക്കുക. നോർത്ത് നോക്കിക്കേ, അമ്മച്ചി കുമ്പസാരിച്ചതാ, കുർബാന സ്വീകരിച്ചതാ, എല്ലാം ചെയ്തതാ, ഇപ്പൊ കാല് മുറിച്ച് കിടക്കുക. ഇതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ ഭയത്തോടെ ഇരിക്കണം. വചനം പഠിക്കണം എന്ന് എപ്പോഴും പറയുവാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? ഇതിനകത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ കിടപ്പുണ്ടെന്നേ, നമ്മളൊക്കെ ജീവിതത്തിൽ അറിയാതെ ചെയ്തു പോകുന്നു. പിന്നെ എന്താണ്? മത്സരം എന്താണ്? അത് ആഭിചാരത്തിന് തുല്യമാണെന്ന് പറയുന്നത് മത്സരം. അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം എന്ന്, അല്ലേ? സഭക്കാർ തമ്മിൽ മത്സരം, ദൈവദാസന്മാർ തമ്മിൽ മത്സരം, അച്ഛന്മാർ തമ്മിൽ മത്സരം, വിശ്വാസികൾ തമ്മിൽ മത്സരം, വർഷിപ്പ് ലീഡേഴ്സ് തമ്മിൽ മത്സരം, വർഷിപ്പ് ടീംസ് തമ്മിൽ മത്സരം. ഇതൊക്കെ ഇന്ന് എവിടെയുണ്ട്? ചർച്ചിനകത്താ, പുറത്തെ കാര്യമല്ല പറഞ്ഞ, ചർച്ചിനകത്ത് ഇന്ന് ഇതൊക്കെയുണ്ട്. ഇനി പൊക്കത്ത് നിൽക്കുന്ന പാസ്റ്റർ താഴെയുള്ള പിള്ളേരെ ഉയർത്തത്തില്ല. എന്താ? അവൻ ഉയരണ്ടെന്നേ, ഞാൻ കഴിഞ്ഞിട്ടുള്ളതൊക്കെ മതി അവന്. അങ്ങനെ വിചാരിക്കുന്ന പാസ്റ്റർമാരില്ലേ, അച്ഛന്മാരില്ലേ? കൊച്ചച്ഛന്മാരെ ഒതുക്കുന്ന വലിയച്ഛന്മാരില്ലേ? കൊച്ചു പാസ്റ്റർമാരെ ഒതുക്കുന്ന വലിയ പാസ്റ്റർമാരില്ലേ? സഭയിലുള്ള യൗവനക്കാരെ അടിച്ചിരുത്തുന്ന പാസ്റ്റർമാരില്ലേ? ഉണ്ട്, ഇതൊക്കെയുണ്ട്. ഇതൊക്കെ എന്താന്നാ പറഞ്ഞിരിക്കുന്നത്? ആഭിചാരം എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് വേറൊന്നാ, മിക്ക വിശുദ്ധന്മാരും ചെയ്യുന്ന പരിപാടി എതിർപ്രാർത്ഥന. കർത്താവേ, അവനെന്നോട് ചെയ്തതങ്ങ് കാണുന്നുണ്ടല്ലോ, അവനിട്ടങ്ങ് കൊടുക്കണമേ. ഇതൊക്കെ എന്താ? എതിർപ്രാർത്ഥനയാണ്. അവൻ BMW വാങ്ങിയ കർത്താവേ, എനിക്കില്ല കർത്താവേ, ഞാൻ അങ്ങേക്ക് വേണ്ടി ഇത്രയും ഓടി നടന്നിട്ട് എനിക്കില്ല കർത്താവേ. ആളുടെ വിശ്വാസിയുടെ വീട്ടിൽ കിടക്കുന്ന കാറ് എനിക്കില്ല കർത്താവേ. ഇതൊക്കെ എന്തിലാ വിടുന്നത്? എതിർപ്രാർത്ഥനയിലാണ് വിടുന്നത്. ഇതൊക്കെ എന്താണെന്ന് പറയണേ? ആഭിചാരമാണെന്ന് പറയണേ. ഞാൻ പറഞ്ഞതല്ല, ദൈവത്തിൻ്റെ വചനത്തിനകത്തുള്ളതാ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ വചനം പഠിക്കുക, ഒരു വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകാം. നമ്മുടെ ഇടവും വലവും ഉള്ളവനോ അവിടെയുള്ളവനോ ഇവിടെയുള്ളവനോ വലിയ പാസ്റ്ററോ വലിയ അച്ഛനോ എത്രാനോ ആരും എന്തുമാകട്ടെ, അവർ ഏത് വഴിക്ക് പോകട്ടെ, അവരല്ല നമ്മുടെ മാതൃക. അവർ നല്ല മാതൃക പിന്തുടരുന്നവർ മാതൃക തന്നെയാണ്, അതിനകത്ത് സംശയമില്ല. പക്ഷേ നമ്മുടെ മാതൃക ആരാണ്? യേശു ക്രിസ്തുവായിരിക്കണം നമ്മുടെ മാതൃക. നമ്മൾക്കറിയാം പൗലോസ്, അല്ലേ? പൗലോസ് അപ്പസ്തോലൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? അല്ല, പുള്ളി പറഞ്ഞത് ജീസസിനെ, യേശുവിനെ ഫോളോ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ പെർഫെക്റ്റ് ആരേ ഉള്ളൂ? ദൈവമേ ഉള്ളൂ. കാരണം പൗലോസ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, എൻ്റെ ശരീരത്തിലൊരു ശൂലമുണ്ട്, ഇത് എടുത്തു കളയാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്ന്, അല്ലേ? ഇനി അതുകൂടാതെ എന്താണ് പുള്ളി പറയുക? അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് പുള്ളിനെക്കുറിച്ച് പറഞ്ഞതാ. എന്ന് വെച്ചാൽ മനുഷ്യനെ പെർഫെക്റ്റ് ആയിരിക്കുവാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട്. ദൈവത്തെ പോലെ ആക്കുവാൻ മനുഷ്യന് ഒരിക്കലും കഴിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ആരെയാണ്? ദൈവത്തെയാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് നമ്മൾ തിരിച്ചറിയുക. ഓക്കെ, അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു വിശുദ്ധ ജീവിതം, അല്ലേ? നമ്മൾ എത്ര ശ്രമിച്ചാലും ഒരുപക്ഷെ നമ്മൾക്ക് പറ്റിയെന്ന് വരത്തില്ല. ഇനി പല പേരൻസ് മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്, മക്കളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, അല്ലേ? വഴിതെറ്റി പോകുന്ന മക്കൾ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു മക്കളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, അല്ലെങ്കിൽ സ്വയം ഒരു വിശുദ്ധീകരണത്തിന് വേണ്ടി, ജീവിത പങ്കാളിയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്. വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഒത്തിരി, അല്ലേ? നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതിന്
ഒത്തിരി മേലെയാണ് വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ദൈവമേ എന്നെ ഒന്ന് കൊണ്ടുവരണമേ. അല്ലാതെ വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ കഴിയത്തില്ലെന്ന് വെച്ചാൽ നിത്യത്തിലേക്ക് എടുക്കപ്പെടത്തില്ലെന്ന് നമ്മളിവിടെ കിടന്ന് എന്തൊക്കെ തലയും കുത്തി മറിഞ്ഞാലും, എത്ര വലിയ കൺവെൻഷൻ നടത്തിയാലും, എത്ര ആൾക്കാരെ സ്നാനപ്പെടുത്തിയെന്ന് പറഞ്ഞാലും, ഇനി അല്ല എത്ര ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ വിടുതൽ പ്രാപിച്ചു എന്ന് പറഞ്ഞാലും ആ കണക്കൊന്നുമല്ല നോക്കുന്നത്. ആ കണക്കൊക്കെ നോക്കും. അതിന് മുൻപേ നോക്കുന്ന ഒരു കാര്യമുണ്ട്, നീ വിശുദ്ധനാണോ അല്ലെങ്കിൽ നീ വിശുദ്ധയാണോ എന്നുള്ളത് ദൈവം നോക്കും. അപ്പോൾ നമ്മളുടെ ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, തലമുറകളുടെ വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരും ഈ ഒരു വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചോണം കേട്ടോ. എന്താണെന്നറിയാമോ? ലേവ്യ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 45-ാമത്തെ വാക്യം എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ വിശുദ്ധനായിരിക്കുക, നിങ്ങളും വിശുദ്ധരായിരിപ്പൻ എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു വചനം വെച്ചിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ വിശുദ്ധനായിരിക്കും, നിങ്ങളും വിശുദ്ധരായിരിക്കും എന്ന് പറഞ്ഞ കർത്താവേ, അങ്ങയുടെ ആ വചനം എന്നിൽ, എൻ്റെ തലമുറകളിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, ജീവിത പങ്കാളിയിലൊക്കെ ദൈവം ഈ വചനം ഒന്ന് അപ്ലൈ ചെയ്യട്ടെ കർത്താവേ. ഇത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധി, ഞങ്ങളുടെ ജീവിതത്തിൽ ഈ വചനപ്രകാരം ഉണ്ടാകട്ടെ കർത്താവേ എന്ന് പറഞ്ഞ് നമ്മൾ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. ദൈവം നമ്മളെ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വചനമല്ലേ നമ്മൾ ചോദിക്കുമെന്ന് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിശുദ്ധരായിരിക്കാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ദൈവം, നമ്മളൊരു വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെ ആ ഒരു ലെവലിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരും. നമ്മളുടെ ജീവിതത്തിലെ അശുദ്ധികൾ ചെറുതെന്ന് പറഞ്ഞ് നമ്മൾ അവോയ്ഡ് ചെയ്ത് വിട്ടതൊക്കെ ദൈവം നമ്മൾക്ക് കാണിച്ചു തരും. എന്നിട്ടൊരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ദൈവം നമ്മളെ പ്രാപ്തരാക്കുന്ന, അതിനു വേണ്ടിയിട്ട് ദൈവം നമ്മളെ ഓർമ്മിപ്പിച്ച് നമ്മളെ മുൻപോട്ട് നയിക്കും. ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.